ഭയങ്കരമായിട്ട് വിമൺ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിനിമകൾ ഒരുപാട് നമ്മൾ കണ്ടു എന്നുള്ളതാണ്. 10-20 വർഷമായിട്ട് ഈ IFFK സിനിമകൾ കണ്ടു വളർന്ന യങ്സ്റ്റേഴ്സാണ് ഇപ്പോൾ ഫിലിം മേക്കേഴ്സായിട്ടും ഫിലിമിൻ്റെ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്നവരായിട്ട് വന്നിരിക്കുന്നത്. ഒരു നേർച്ചക്കോഴി കൊണ്ടുവന്നിട്ട് അത്തരം ഒരു കോൺസെപ്റ്റിൽ ഒരു ഫുൾ ഫീച്ചർ ഫിലിം ചെയ്യാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല എക്സ്പെരിമെൻ്റ് ആണ്. കുറേ സിനിമകൾ നല്ല സിനിമകൾ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ ഓൾമോസ്റ്റ് ഇൻ്റർനാഷണൽ ആയാലും ശരി, ഈവൻ മലയാളം സിനിമയിൽ പോലും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമകൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വിദേശ സിനിമകളിൽ തന്നെ പറയുകയാണെങ്കിൽ മീറ്റിംഗ് വിത്ത് പോൾ പോട്ട്, എനിക്ക് കംബോഡിയയുടെ സിനിമ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ആ സിനിമ അതിൻ്റെ പൊളിറ്റിക്സ് ആയാലും ശരി, അതിൻ്റെ ഒരു മെത്തേഡ്, മേക്കിംഗ് മെത്തേഡൊക്കെ തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ മാളു എന്ന് പറഞ്ഞിട്ടൊരു സിനിമ കണ്ടു, അത് വളരെയധികം ഇഷ്ടപ്പെട്ടു. എനിക്കെന്താ അറിയില്ല, ഒരു ശരിക്കും ആണെങ്കിൽ 3 ജനറേഷനിലുള്ള സ്ത്രീകളുടെ അതിലാ ഒരു ആക്ട്രസ്സായിട്ടുള്ള ഒരു അമ്മ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് ഇൻ ബിറ്റ്വീൻ ഉള്ള സ്ത്രീയുടെ അവരുടെ പെർഫോമൻസ് അത് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് തോന്നി എനിക്ക്. കാരണം എന്താ പറയുക, എത്ര ഭാവങ്ങളാണ് മാറി വരുന്നതെന്ന് വെച്ചാൽ മാത്രമല്ല, ഒരു വീടിൻ്റെ അകത്ത് ഒരു കൊറിയോഗ്രാഫി മാതിരിയാണ് മൊത്തം സിനിമ സംഭവിച്ചിരിക്കുന്നത്. ഭയങ്കരമായിട്ട് വിമൺ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിനിമകൾ ഒരുപാട് നമ്മൾ കണ്ടു എന്നുള്ളതാണ്. ഇവൺ മലയാളത്തിൽ ഇപ്പോൾ ഞാൻ 2 മലയാള സിനിമയാണ് ഇപ്പോൾ കണ്ടത്. ഒന്ന് അപ്പുറം എന്ന് പറഞ്ഞിട്ട് പടം ചെയ്ത് ലക്ഷ്മിയുടെ പടം കണ്ടു. ഗംഭീര പടമാണ് അത്. ശരിക്കും KSFDC പാക്കേജിൽ വന്നിട്ടുള്ള ഗംഭീരമായൊരു പടമാണ്. അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നല്ല വർക്കാണ്. അതിൽ ഈ പറഞ്ഞ കാര്യം, ആ കുട്ടിയുടെ അനക്കാന്ന് പറഞ്ഞിട്ട് അതിൽ മെയിൻ റോൾ ചെയ്തില്ല, മകളുടെ ക്യാരക്ടർ ചെയ്തിട്ടില്ല. ആ കുട്ടിയുടെ പെർഫോമൻസ് ഗംഭീരമായിരുന്നു. പിന്നെ ജഗദീഷ്, എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടില്ല. അത് മാത്രമല്ല, ഭയങ്കര ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു നമുക്കൊരു ഇമോഷണലി നമ്മൾ ഭയങ്കരമായിട്ട് അതിൻ്റെ കൂടെ കൊണ്ടുപോകുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ഇന്ന് വിക്ടോറിയ എന്ന് പറഞ്ഞ സിനിമ കണ്ട്, അതൊരു ബ്യൂട്ടി പാർലറിൻ്റെ അകത്ത് കിടക്കുന്നത്. അത് KSFDC പാക്കേജിൽ വന്നൊരു ശിവരഞ്ജിനി എന്ന് പറഞ്ഞ ഡയറക്ടർ. നല്ല ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റിംഗ് തന്നെയാണ്. ഒരു കോൺസെപ്റ്റും ഭയങ്കര ഇതാണ്. ഒരു കോഴീനെ കൊണ്ടുവന്നിട്ട്, ഒരു നേർച്ചക്കോഴി കൊണ്ടുവന്നിട്ട് അത്തരം ഒരു കോൺസെപ്റ്റിൽ ഒരു ഫുൾ ഫീച്ചർ ഫിലിം ചെയ്യാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല എക്സ്പെരിമെൻ്റ് ആണ്. ഗംഭീരമായിട്ട് തോന്നി എനിക്ക്. ആ പടം ഭയങ്കര രസമായിട്ട് തോന്നി. IFFK നമ്മളെ സംബന്ധിച്ചോളം ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്യുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞൊരു 4-5 വർഷങ്ങളായിട്ട് യങ്സ്റ്റേഴ്സിൻ്റെ സിനിമകൾ മലയാള സിനിമയിൽ ഭയങ്കരമായ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത്തവണ നമുക്ക് തന്നെ കാണാം. ഇപ്പോൾ കോമ്പറ്റീഷനായാലും ശരി, മലയാള സിനിമ ടുഡേ പാക്കേജിലായാലും ഒക്കെ തന്നെ എല്ലാ പുതിയ സംവിധായകരുടെ സിനിമകളാണ്. കഴിഞ്ഞ 29ാമത്തെ എഡിഷനാണ് ഇപ്പോൾ. അതിലൊരു 10-20 വർഷമായിട്ട് ഈ IFFK സിനിമകൾ കണ്ടു വളർന്ന യങ്സ്റ്റേഴ്സാണ് ഇപ്പോൾ ഫിലിം മേക്കേഴ്സായിട്ടും ഫിലിമിൻ്റെ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്നവരായിട്ട് വന്നിരിക്കുന്നത്. നമുക്ക് അഭിമാനിക്കാം. IFFK വലിയൊരു നേട്ടം തന്നെയാണ്. ഇനിയും സിനിമകൾ കാണാൻ കുറേ കിടക്കുന്നുണ്ട്. നല്ല നല്ല സിനിമകൾ കാണാൻ കിടക്കുന്നുണ്ട്.